9G presents Tamasha Bazaar, powered by Jipro Amazing Ceiling Designs. स्वैग से करेंगे सबका स्वागत. എന്റെ മാതാവ് എന്നെ കാത്തു. പേര് പറയടാ. പി മാർക്കണ്ഡേയൻ. ഇതാണോ നിന്റെ അച്ഛന്റെ ഇണ്ട? ഇത് ഉണ്ടായില്ലല്ലോ, ഇത് പായല്ലേ? നിന്റെ അച്ഛന് പായില്ലേ? ഇല്ല, എന്റെ അച്ഛൻ കട്ടിലാണ് കിടക്കണ, പായില്ല. പാട്ട് പഠിച്ചിട്ട് വന്നാ മതി കേട്ടോ. എന്റെ ചെവി പൊട്ടി പൊട്ടി പോയി. കൊണ്ടുവാ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലയാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളി കഴിഞ്ഞകം പോകാൻ ചന്ദനം വേണം. അടിപൊളിയാണ് മുതലാളി. വയറലായി, വേവിച്ചൊരു ഹണിയും വയറലായി. ഹണി വയറിലായാലും അത് ഓക്കെയാണ്, പക്ഷെ ബേബിച്ചനെങ്ങനെയാ വയറിലാവും? അതല്ല, ഈ മൂളിപ്പാട്ട് പാടിയിട്ട് വയറലായി എന്നാ പറഞ്ഞേ. ഒരു മൂളിപ്പാട്ട് പാടിക്കഴിഞ്ഞാലൊക്കെ വയറിലാവോ? അയ്യോ, ഈ മുതലാളിക്കൊന്നും അറിയില്ലേ. ഈ വയറലായി എന്ന് പറഞ്ഞാൽ പ്രശസ്തിയായി എന്നർത്ഥം. മനസ്സിലായേ? അങ്ങനെ. ഇപ്പൊ പുതിയൊരു ആപ്പാ മുതലാളിക്ക് വേണ്ടേ. നീ വന്ന കാലം തുടങ്ങി എനിക്ക് ടാപ്പ് വെക്കാൻ തുടങ്ങിയതാ. ഇനി എനിക്ക് പിന്നെ ആപ്പ് വെക്കാനാണല്ലോ പരിപാടിയാണ്. നിങ്ങളൊരു ശരിയായ മന്ന ബുദ്ധി തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. ഫേസ്ബുക്കിലുള്ള ഒരു ആപ്പാണ് സ്മൈലി. അതിൽ പാടിയിട്ടാ ഹിറ്റായി പോയത്. മുതലാളിക്ക് പാടാനറിയോ? പാടാൻ അറിയാമോന്നാ? ഞങ്ങളുടെ അവിടുത്തെ ജനനി ക്ലബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ലളിതാ മത്സരത്തിൽ ഞാനൊരു പാട്ടങ്ങ് പാടി. ലളിത ഗാനം. മത്സരത്തിൽ ഞാൻ പാടി. ഒരു 10,000-2000 ജനം ഇങ്ങനെ തിങ്ങി നിൽക്കണം. എന്റെ പാട്ടാണെന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ വേണ്ടി വന്നതാ. പാടി അവസാനിപ്പിച്ചതും ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു പൊന്നാട വന്ന് എന്റെ തോളത്ത് വന്ന് വീഴാണ്. 2 കിലോമീറ്ററോ? അത്രയും ദൂരത്തുനിന്നോ? ദൂരത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരാൻ വേണ്ടിട്ട് അതിന്റെ അകത്ത് ഒരു കല്ല് പൊതിഞ്ഞ് വെച്ചത്. അങ്ങനെ വന്നതാ. കല്ലെന്റെ തലയിലും കൊണ്ട് പൊന്നാട കറക്റ്റ് വന്ന് തോളത്തുനിന്ന്. പിന്നെ ഞാൻ സത്യസന്ധനായത് കൊണ്ട് പൊന്നാട അവർക്ക് കൊടുത്തിട്ട് എനിക്ക് കിട്ടാത്ത കല്ല് ഞാനും കേട്ടു. അപ്പൊ കല്ലാ കിട്ടിയത്. അതെ. പക്ഷെ എന്തായാലും എന്റെ അത്രയൊന്നും പാടാൻ മുതലാളിക്ക് പറ്റില്ല. നീ പോടാ. ഞാൻ ഭയങ്കര പാട്ടോ. എടാ, അതിലും അപ്പുറത്തെ പാട്ടുകാരനാണ്. പിന്നെ എന്നാ പിന്നെ നമുക്കൊന്ന് മത്സരിക്കാലോ. ഒന്ന് മുട്ടി നോക്കാം. നോക്കാം. സുല്ല ഉടരിപ്പെട്ടു. സുല്ല, നീ ഉണ്ടോ ഞങ്ങളുടെ കൂടെ ഒന്ന് മുട്ടാൻ? വാ നേരിട്ട് മുട്ടാം. എന്നാ നീ തുടങ്ങിക്കോ. പാട്ടല്ലേ? വരുത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കം പാച്ചിലിനൊടുക്കം കിട്ടടി തങ്കമ്മേ, ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ, അത് വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. മണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു. മണ്ണിന്റെ അല്ല, പെണ്ണിന്റെ. പെണ്ണിന്റെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, മണ്ണിനും പെണ്ണിനും വേണ്ടിയിട്ട് പണ്ടേ തുടങ്ങി യുദ്ധം തുടങ്ങിയതാ. ഇനി നമ്മളായിട്ടൊരു യുദ്ധം വേണോ? അതുകൊണ്ട് മണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, അയ്യാ ഇല്ലിക്കാൾ അടിപൊളി കലപില പോലെ. കലപിലയുടെ കാ ഇന്നേ തീരം തേടും പുഴയുടെ പാട്ടിൽ. ഇതിനകത്ത് എവിടെയൊക്കാ? പിന്നെ രവീന്ദ്രന്റെ എല്ലാ പാട്ടിനും കവച്ച് വെച്ചിട്ട് തന്നെയാ പാടുക. പിന്നല്ല, കവച്ച് വെച്ച് പാടാനല്ല പറഞ്ഞു, കാ വെച്ച് പാടാൻ. കാ എന്നൊരു അക്ഷരം വെച്ച് പാടാൻ. കിട്ടി. കറുമുറൈ വന്ന് പാത്തായ. ഒരു മിനിറ്റ്, മുറുക്ക് നിന്നപ്പോ കിട്ടിയ പാട്ടാണോ ഈ കറുമുറൈ വന്ന് പാത്തായ? മുറുക്ക് എനിക്ക് കറുമുറ പുരുഷോത്തനെ ഭയങ്കര ഇഷ്ടാ. കറുമുറ പുരുഷോത്തമനല്ല, കമുകറ പുരുഷോത്തമൻ. അതന്നെ. കറുമുറൈ വന്ന് പാത്തായ,
എൻ മനം തേടി നിന്നാലോ തോം 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 തരികമ പതനി സയ്യാ യാ 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 ദേ വന്നടാ അയ്യാ. അതെ ആ. ഈ ബേബിച്ചനും ഹണിയും മാത്രം ഇങ്ങനെ പാട്ടൊക്കെ പാടി വൈറലായ മതിയോ? നമുക്ക് വൈറലൊക്കെ ആവണ്ടേ? പിന്നെ അതിനുള്ള പ്രാക്ടീസിലായിരുന്നില്ലേ ഞങ്ങളിവിടെ. അതെ. ജെന്നി സംഗീതം പഠിച്ചിട്ടുണ്ടോ? എന്തൊരു ചോദ്യാ ചോദിക്കണ കേട്ടോ റെമോ. പിന്നെ ഞാൻ ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചിട്ടുള്ള കുട്ടിയാണ്. ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? തീർച്ചയായും. ഞാൻ മറ്റതല്ലേ, ഏത്? അത് ഗാനഭൂഷണം. ഓ എന്നിട്ട് മോളില് മൊത്തം പറഞ്ഞത് പരദൂഷണമാണെന്നാണ്. അത് മേഡത്തിന്റെ അമ്മ പരദൂഷണം, ഇത് ഗാനഭൂഷണം. റെമോ, ബസ്സിൽ കാര്യങ്ങൾ നമ്മൾ പ്രൊഫഷനിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. Okay. ഓക്കേ? Oh, yeah. അതെ പാപ്പച്ച, ഈ പാപ്പച്ചന്റെ സംഗീതത്തെ കുറിച്ച് എന്തറിവുണ്ട് നിങ്ങൾക്ക്? എത്ര സംഗതികളുണ്ട്, ഷഡ്ജമുണ്ട്, അതിൽ ശ്രുതിയുണ്ട്, താളമുണ്ട്, ഇതിനെ പറ്റി വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ അരച്ച് കലക്കി കുടിച്ച് പഠിച്ചേക്കണ ആൾക്കാരാണ്. ഉറപ്പാണോ? എന്നാ പിന്നെ പറ, സപ്തസ്വരങ്ങളിൽ എത്ര സ്വരങ്ങളുണ്ട്? സിമ്പിൾ. ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലേ? സപ്തസ്വരങ്ങളെ 7. പോടി, തെറ്റി. സപ്തം എന്ന് പറഞ്ഞാൽ തന്നെ 10. അതിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അതെ റെമോ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. യു ഷട്ട് അപ്പ്. ഓക്കെ? അതെ, സപ്തസ്വരങ്ങളിൽ 8 സ്വരങ്ങളുണ്ട്. 7 സ്വരങ്ങളെ ഞാൻ ഉള്ളൂ. തെളിയിച്ചു തരാം. എന്താ നോക്ക്. ആ. സരി ഗ മ പ ധ നി ഷ. എത്ര എണ്ണം ഉണ്ട്? അതൊട്ടുണ്ട്. ഒരു മിനിറ്റ്. സരി ഗ മ പ ധ നി ഷ. എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം. 8 എണ്ണം ഉണ്ട്. പെട്ടല്ലേ? വേണമെങ്കിൽ ഇത് കൂടെ പിടിച്ചോ, ഒരെണ്ണം കൂടെ ഇട്ട് തരാം. മദമ 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 മദ 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 മദാ. മദാമ്മനെ കാണ്ടെങ്കിൽ കോവളത്ത് പോണം. ഇവിടെ ഒന്നും മദാമ്മ വരൂല. ഇത് ഒരു കൊച്ചുമാളല്ലേ? ഇയാൾക്ക് ഒരു അറിവില്ല കേട്ടോ സംഗീതത്തെ പറ്റി. മേഡം ഷഡ്ജം വരെ ഇട്ട് പാടുന്ന ആളാ കേട്ടോ. അതെ, എന്റെ ഒരു ശ്രുതി പോലും താഴെ പോറില്ല, അതറിയോ? അതെ, നിങ്ങൾ ഇത് കേക്കോ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ വേണ്ടിട്ട് ഇവിടെ സംഗീതം കൊണ്ട് മഴ പെയ്ക്കാൻ പോവാണ്. സംഗീതം കൊണ്ട് മഴ പെയ്ക്കാൻ ഇതാരാ? ടാർസനോ? ടാർസൻ ഞാനല്ല, പക്ഷെ എന്റെ കൂടെ ഞാൻ ഒരു ടാർസനെയും കൊണ്ടാണ് നടക്കുന്നത്. അതെ, അതെടുത്ത് കീച്ചു കൊടുക്ക്. പദം ചേതോഹരം മേഘാമൃതം പെയ്യും നിതാ മഴമേഘമേ കൊണ്ടുവാ ഒരു താക്കോലിന്റെ കയ്യിൽ. കുളിമുറിയല്ലടാ, കക്കൂസ്. നിർത്തടാ. സോറി, ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്യൂഷൻ ഇതാണോ? മാറിപ്പോയി. ആണോ? അതെ. ശ്രദ്ധിച്ചില്ല, രാഗത്ത് കയറിയോണ്ട് ഹലോ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഹലോ, ഇതാണോ മാഡം കണ്ടുപിടിച്ച മഴ പെയ്ക്കുന്ന ടാർസൻ? ഒറ്റ കീറിയാൻ തരും. ഞങ്ങൾക്ക് സംഗീതത്തോട് വലിയ ഭ്രമമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പാർലറിൽ വരെ ഞങ്ങൾ മ്യൂസിക് തെറാപ്പി ചെയ്യുന്നുണ്ട്. അറിയോ? മ്യൂസിക് വിത്ത് ബോഡി മസാജ്. ഇതൊരു പുതിയ അറിവാണല്ലോ. അതെ അതെ, മേഡം മസാജിന് വരുന്ന ആൾക്കാരുണ്ടല്ലോ, മസാജ് ചെയ്ത് ഇഷ്ടപ്പെടാതെ അവരുടെ പാട്ടിന് പോകും. അങ്ങനെ ആ പാട്ടും ഈ മസാജ് തമ്മിലൊരു ഇല്ലേ മേഡം? അല്ലേ? അങ്ങനെയല്ലേ? അമ്പിളിനാറേ, നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. ശരി, അറിയില്ലേ? അയ്യോ, നമ്മുടെ മോളില് തിയേറ്റർ നടത്തുന്നത് തിയേറ്ററിന്റെ ഓണറാണ്. നമ്മുടെ മോളിലെ തിയേറ്ററോ? അതിന്റെ ഓണറാണ് അമ്പിളി സാറ്. അമ്പിളിക്ക് പണം ഉണ്ടായി പോയി. കോടീശ്വരനാണ്, കോടീശ്വരനാണ്. അതിന്റെ യാതൊരു ജാടയില്ല. അമ്പിളി സാറേ, എപ്പ കണ്ടാലും പറയണമെന്ന് കരുതുക. നിങ്ങൾ എന്നാ ലുക്കാണ് നിങ്ങൾ എന്ത് ഡ്രസ് ഇട്ടാലും അത് ഭയങ്കര സ്റ്റൈലാണ്. നിങ്ങൾ പാന്റ് ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫോറിൻ ലുക്ക്, ഇപ്പൊ മുണ്ടും ചുപ്പ കൊടുത്തു കഴിഞ്ഞപ്പോ ഒരു നാടൻ ലുക്ക്. എല്ലാരും പറയും പപ്പച്ച അമ്പിളിക്ക് പണം ഉണ്ടായി പോയി. സൗന്ദര്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്താ പരിപാടി ഇവിടെ? ഞങ്ങൾ ഇവിടെ പാട്ട് പാടി വൈറലാകാനുള്ള ചില പദ്ധതികൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാട്ട് പാടി വൈറലാകുന്നോണ്ട് കുഴപ്പമില്ല, അല്ലാതെ വൈറലാകാതിരുന്നാ മതി. അല്ല, സാറ് പാട്ടൊക്കെ പാടുവോ? പിന്നെ പാടും 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 പാടും. പാടും. അയ്യോ, അപ്പം ഒരു 2 വരി പാട്ട് നമുക്ക് വേണ്ടി പാടല്ലേ? പൊടിക്ക് അനക്കി വിട്ടേക്ക്. പറയാൻ മറന്നു, അരെ വാ, പറയാൻ മറന്ന, അരെ വാ വാ വാ.
പറയാൻ മറന്നു ആരെ വാ അയ്യ. ആഹാ. പറയാൻ മറന്ന അല്ല മറന്നാ മറന്ന് എന്നാ വിട്ടോ അതാണത്. ഇനി നിക്കണ്ട. അമ്പിളിക്ക് ഈ പണം ഉണ്ടായി അതെ. അയ്യോ. അപ്പൊ തിയേറ്ററിൽ കാണാം. ഓക്കേ. ദേശം ബുദ്ധി പുറകെ വേണം അല്ലെ വയറൊക്കെ താഴെ പോവായിരിക്കും. അയ്യോ ഹരി ഹരി അപ്പൊ എല്ലാവരോടും കാണാം. നമുക്ക് ഇനിയും കാണാം. ഇനിയും ഞങ്ങൾ നല്ല നല്ല പാട്ടുകൾ പാടി ഇനിയും വൈറലായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ ബൈ ടാറ്റാ. ഓക്കെ 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 ബൈ 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 ബൈ. ഓക്കെ ഭയങ്കര ടയേർഡായി കേട്ടോ. എത്ര ദിവസമായല്ലേ 7-8 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടൊന്ന് ശരിക്കും. ഇവരാരാ? ഇതൊക്കെ ആരാ? ഓ ഇതാ മുടിവെട്ടുകാരി പെൺകൊച്ചല്ലേ? ഓ എന്തായിരുന്നു എന്താ കുട്ടിയുടെ പേര്? ജെനി. ആ ജെനി, ഹായ്. ഹണി ഇവരെല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്നവരാ? ഓ അതെ ഹണി യാ. ബേബിച്ചൻ. ഓ സുഹൃത്തെ എന്താണെന്നറിയോ, ഞങ്ങളിപ്പോ വൈറലായതിനു ശേഷം തിരക്കായി പോയല്ലോ. അപ്പോൾ നമ്മൾ പഴയതെല്ലാം ഒരുമാതിരിപ്പെട്ടതെല്ലാം മറന്നു. ഞങ്ങളിപ്പോ ഇപ്പോൾ ഞങ്ങൾ വേറൊരു ലോകത്താണ് ഞങ്ങളുടെ ജീവിതം. അപ്പൊ ബോധം പൊക്കണമൊന്നും ഇല്ലല്ലേ? നിങ്ങളെ പോലെയാണ് ഞങ്ങൾ എന്നാണ് കരുതിയത്. ബോധം പൊക്കണോ ഇല്ലാത്തവരെയാണോ ഇത്രയും ജനങ്ങൾ ആനയിച്ച് ഇവിടെ കൊണ്ട് വിട്ടേച്ചും പോയത്. പിന്നെ ഇപ്പൊ നമുക്ക് എവിടെയാണ് ആ രാജ്യം? ഞങ്ങളിപ്പോ നെക്സ്റ്റ് വീക്ക് തന്നെ ഫോറിൻ കൺട്രീസിലൊക്കെ പ്രോഗ്രാംസിന് പോവാണ്. ഫ്ലൈറ്റിലാണ്. എവിടെ? അതെ ജർമ്മനിയിലാണ് ആദ്യത്തെ ഷോ. അവിടെ എന്തോ ഒരു വലിയ ഷോ അവര് സംഘടിപ്പിച്ചിരിക്കുന്നു. ഫണ്ട് റൈസിംഗ് ആണ്. അപ്പൊ അതിന് ആള് കുറവ്. ആള് കുറഞ്ഞിട്ട് ഓഡിയൻസ് ആയിട്ട് ഇരിക്കാൻ നിങ്ങളെ കൊണ്ടുപോകണം. കുശുമ്പാണത്, കുശുമ്പ്. ആള് കുറഞ്ഞിട്ട് ആള് കൂടാൻ വേണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ക്ഷണിച്ചിരിക്കുകയാണ് അവിടെ പാടാൻ വേണ്ടി. ഞങ്ങളുടെ പാട്ടാണ് അവര് പ്രോഗ്രാമിൽ വച്ചിട്ടുള്ളത്. പിന്നെ അവിടെ വേറെ 2-3 പിള്ളേരൂടെ പാടാനുണ്ട് കേട്ടോ. 2-3 പിള്ളേർ. എന്താ അവരുടെ പേര്? വന്ന് അരച്ച താടിയുള്ള ഒരാളുണ്ട്. നരേന്ദ്രമോദി. നരേന്ദ്രമോദി മുഖ്യമന്ത്രി അല്ലോട്, പ്രധാനമന്ത്രി അല്ലോട്. അല്ല, ഇത് മറ്റേ നരച്ച താടിയുള്ള നരച്ച താടിയുള്ള സാന്റാക്ലോസ്. അയ്യോ അല്ല എന്റെ ഈശോ അത് യേശുദാസ് എന്ന് പറയുന്ന അദ്ദേഹമുണ്ട്. പിന്നെ എന്താന്ന് പറഞ്ഞേ? ശങ്കറുണ്ട്. ശങ്കർ, പഴയ നടൻ ശങ്കറ. ശങ്കർ മഹാദേവലു. സിംഗർ. അതെ പിന്നെ വേറെ ഒരാളൂടെ ഉണ്ടല്ലോ. എന്താണ്? മറ്റേ ഹരിഹരോ. ഹരിഹരോ. ഹരിഹര അല്ല ചേട്ടാ, ഹരിഹര. അവരും എല്ലാരും കൂടെ കൂടിയുള്ള ഷോയാ. ഞങ്ങൾ നല്ലോണം പാടി ഒരു അവശതയായി കഴിയുമ്പോ അവര് കയറി 1-2 പാട്ട് പാടും. അത്രേ ഉള്ളൂ. അല്ല ബേബിച്ച, അപ്പൊ അവരുടെ കൂടെയാണ് നിങ്ങൾ പാടുന്നത്? പിന്നെ ഞങ്ങളുടെ കൂടെയാണ് അവര് പാടുന്നത്. അപ്പം എന്തായാലും ബേബിച്ച, അല്ല നിങ്ങൾ ഇത്രയും വൈറലായി ഈ സംഭവം ഞങ്ങൾ ആരും ഇതുവരെ കണ്ടില്ലല്ലോ. ഇതെങ്ങനെയാ സംഭവിച്ചേ? ഇതൊക്കെ ഈശ്വര നിശ്ചയവും പിന്നെ ഞങ്ങളിലുള്ള കലാമൂല്യവും. അതാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഒന്ന് പറയൂ. അത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ പാടാനും ഒക്കെ ആയിട്ട്. പക്ഷെ എല്ലാം ബേബിച്ചന്റെ താല്പര്യമായിരുന്നു. എന്റെ ഒരു കാര്യം എല്ലാവരും ഇപ്പൊ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആയിക്കൂടാ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ ഒരു ദിവസം വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് പാടിയതാണ്. അത് ജനങ്ങൾ ഇതേപോലെ എടുക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ലെന്ന്. അല്ല ബേബിച്ചനും പാടുമായിരുന്നു. ഞാനും എന്റിലെ സംഗീത മൂല്യം അന്നാണ് ഇവൾ തിരിച്ചറിയുന്നത്. ഇവളുടെ സംഗീത മൂല്യം അന്നാണ് ഞാനും തിരിച്ചറിയുന്നത്. നിങ്ങൾ ആ മൂല്യം ഒന്ന് കാണിച്ചു തരൂ. കാണിച്ചു തരുന്ന ഒരു തെലുങ്ക് പാട്ടാണേ. അതേപോലെ ആ തെലുങ്ക് പാട്ട് ഞങ്ങൾ പറിച്ചു വെക്കുമായിരുന്നു. ആ പാട്ടൊന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു. അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ടേ ഇല്ല? മാത്രമേ ഉള്ളൂ കാണാത്ത. കാണണ്ടേ? കോടാനുകോടി ജനങ്ങൾ കണ്ടത് നിങ്ങൾ കണ്ടില്ല എന്ന് പറയുമ്പോൾ മോളെ അതൊന്നിട്ട് കാണിച്ചു കൊടുക്കുക, കുട്ടികൾ കാണട്ടെ. ഓക്കെ, ഒന്ന് മാറി നിന്നിട്ട് കാണിച്ചു തരും. നമ്മൾ ഈ വലിയ സ്ക്രീനിൽ തന്നെ അവര് കണ്ടോട്ടെ. ഒന്ന് അകന്ന് നിൽക്കൂടോ. സെലിബ്രിറ്റീസ് ഒക്കെ അവിടെ ആയിരിക്കുന്നത്. ഐ എം സോറി ഡാ. സോറി ഇരിക്കോ. കണ്ടോളൂ, അവിടെ കാണിച്ചു.
എന്ത് രസായിരിക്കുന്നു അല്ലേ? ഇതിൽ ഒരു കാര്യം മനസ്സിലായി, പണ്ട് ചാളക്കച്ചവടമായിരുന്നല്ലേ. ചാളേ ഇത് ചാളയെന്ന് പാടണ്ട. തെലുങ്കാണോ അറിയില്ല, ഭാഷ അറിയില്ല. തെലുങ്കാണത്. നിങ്ങൾ എവിടെ പോകാൻ പോണെന്നാ പറഞ്ഞത്? ജർമ്മനി. ജർമ്മനി അല്ല, അതല്ലേ അതെ, ജർമ്മനിയിലാണ് ഫസ്റ്റ് ഷോ. കൊണ്ടുപോകുമോ അവിടെ? പിന്നെ ആരെ? നിങ്ങളെ കൊണ്ടുപോകുമോ? പിന്നെ ഞങ്ങളെ കൊണ്ട് ടിക്കറ്റ് എല്ലാം വന്നു ഓൾറെഡി. നല്ല കാര്യം. പോയിട്ട് പിന്നെ ഈ വഴിക്കൊന്നും വരരുത്, വരരുത്, ഈ മാളിലേക്ക് വരരുത് പ്ലീസ്. ഈ ഷോപ്പിംഗ് മാളൊന്ന് രക്ഷപ്പെട്ട് പൊക്കോട്ടെ പ്ലീസ്. കാല് പിടിക്കാം, വരരുത്. അതെ ബേബിച്ചാ, എല്ലാരും ഈ സ്മൈലി പാടിയതുകൊണ്ടാണല്ലോ നിങ്ങളും സ്മൈലി പാടി ഹിറ്റ് ആയത്. എല്ലാവരും ബ്ലൂ വെയിൽ കളിച്ചപ്പോ നിങ്ങൾക്ക് ഒരു മൂലക്കിരുന്ന് ബ്ലൂ വെയിൽ കളിച്ചുവിടായിരുന്നോ? അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാനായിരുന്നല്ലോ ഞങ്ങള്. അങ്ങനെ ഒരു കളി ഉണ്ടോടി? അന്നേരം നമുക്ക് അതിന്റെ അകത്തിരുന്ന് പാടിയാലോ? അത് വളരെ നല്ലൊരു ഐഡിയ ആയിരിക്കും. ഓക്കെ, ഞങ്ങൾ അതൊന്ന് ട്രൈ നോക്കാം. ചാളേ ഇത് ചാളേ സിഗരറ്റ് കൊണ്ടവിടലോ. കൂവിപ്പോ മീൻ കച്ചവടം വിചാരിച്ചോളൂ. ചാളെ ഇതിന് എത്ര ഭേദമുള്ളേ നമ്മള്. എത്ര നല്ല പാട്ടുകാരാണ് നമ്മള്. പൊന്നു പാപ്പച്ചാ, ഇതൊക്കെ എന്ത്? അല്ല, പറഞ്ഞ കാര്യമില്ല, ജനത്തിന് ഇപ്പൊ ഇത് ആവശ്യം ആണല്ലേ? ഈ സംഗീതം നമുക്ക് ഓരോ സ്മൈൽ അങ്ങ് ഡൗൺലോഡ് ചെയ്താലോ? ഒരു സാധനം വിട്ടാലോ നമുക്ക്? അല്ലേ? ഓക്കെ, നല്ല ഐഡിയ ആയിരിക്കും. നമുക്ക് അതിൽ ഒന്ന് വർക്ക് ചെയ്യാം. സ്ക്രീനിൽ കാണാം. നൃത്തകലയെ ജീവശ്വാസമാക്കിയ ഒരു കലാകാരിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരുന്നത്. ലെറ്റ്സ് വെൽക്കം പാരിസ് ലക്ഷ്മി. प्यार से करेंगे सबका स्वागत. പിന്നെ ഈ ആനെ ഒരുപാട് ഗസ്റ്റുകൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ആണുങ്ങൾ വന്നാൽ മാത്രം നമ്മളെ പരിചയപ്പെടുത്തും, പെണ്ണുങ്ങൾ വന്നാൽ മിണ്ടിയല്ലേ പരിചയപ്പെടണം. പിന്നെ നീ വാ. ഹലോ, എന്നാക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖമാണോ? സുഖം. ഷിബുവിന്റെ ആരാ? ഷിബുവിനെ അറിയല്ലേ? ഷിബുവിനെ അറിയത്തില്ല, രവി അറിയാം. അബ്ദുള്ള, അതാരാടാ അബ്ദുള്ള? ഇത് വേറെ ഭാഷയാണത്. എന്നതായി പറയുന്നത്? അങ്ങനത്തെ ആളെ അല്ലേ ഞങ്ങള്? ലാംഗ്വേജാ പറയുന്നത്, സംസാരിക്കുന്നത് ഭാഷ ഫ്രഞ്ച് ആണ്. ഫ്രഞ്ചാണോ പറഞ്ഞത്? ഫ്രഞ്ച്. നമുക്ക് നിങ്ങള് കൂട്ടിയാ കൂടിയല്ലേ അത്? ഞങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. ഇവിടെ ചീഞ്ഞു പോകും. ഇതെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരാം. ലക്ഷ്മി, കേരളത്തിന് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കലാകാരിയാണ് ലക്ഷ്മി. പാരീസിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് കലാരൂപങ്ങളായിക്കോട്ടെ, ഈ കൾച്ചർ ആയിക്കോട്ടെ, ലക്ഷ്മിയിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാ? ആദ്യം എൻ്റെ പേരൻസിൻ്റെ പാഷൻ ആയിരുന്നു ഇന്ത്യൻ കൾച്ചർ. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫ് അങ്ങനെ ആയിപ്പോയി. ഞാനിവിടെ 5 വയസ്സാകുമ്പോൾ ഞാൻ ഇവിടെ വന്നു. അപ്പോൾ അങ്ങനെ എല്ലാ വർഷം വന്നു പോയി. എനിക്ക് ശരിക്കും അങ്ങനെ ഒരു ഡബിൾ കൾച്ചർ കിട്ടിയിട്ടുണ്ട്. ഒരു ഫ്രഞ്ചും ഇന്ത്യൻ കൾച്ചർ കിട്ടിയിട്ടുണ്ട്.
ഐ ഫീൽ കംഫർട്ടബിൾ. ഇവിടെ ഞാൻ ഒരു അറ്റ് ഹോം ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഈ മലയാള ഭാഷ പഠിച്ചെടുക്കാൻ എത്ര സമയം എടുത്തു? 2012 മുതൽ ഞാൻ അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് കല്യാണം ഉണ്ട്. അതെ അതെ. അതിനുശേഷം ഞാൻ അങ്ങനെ പഠിച്ചു, പക്ഷെ സമയമെടുത്തു. ഇപ്പോഴും എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. വായിക്കാൻ പറ്റില്ല, എഴുതാനും പറ്റില്ല. പഠിച്ചിട്ടുണ്ട്, പക്ഷേ ചെറുതായിട്ട് ഇനി പ്രാക്ടീസ് ചെയ്യണം. ഈ ഇന്ത്യയിൽ വന്നു, ഏതൊക്കെ തരത്തിലുള്ള ഡാൻസ് ഫോംസ് പഠിച്ചു? ഇന്ത്യൻ ഡാൻസ് ഫോംസ് ഭരതനാട്യം പഠിച്ചു, പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കഥകളി പഠിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പഠിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ട് ഇങ്ങനെ. അതെ. പിന്നെ വേറെ ഡാൻസ് ഫോംസ് യൂറോപ്യൻ ഡാൻസ് ഫോംസ്. അപ്പോൾ ബാലെ യൂറോപ്യൻ ഡാൻസ് ഫോം. ഇപ്പോൾ ബാലെ, കോണ്ടംപററി, ജാസ്, പിന്നെ ഇച്ചിരി ഫ്ലാമൻകോ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഹിപ്പ് ഹോപ്പ് ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സുനില് ഭയങ്കര ഒരു ടാലന്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യും. നമുക്കൊന്ന് കേട്ടു നോക്കാം. ലക്ഷ്മിക്ക് ഒരു ഡെഡിക്കേഷൻ സുനില്. ഡാൻസിലുപരി സിനിമയിലും വളരെ ആക്റ്റീവാണ്. അമ്മൻ്റെ അതിൻ്റെ ബിഗ് ബി, അഞ്ജലി മേനോന്റെ ബാംഗ്ലൂർ ഡേയ്സ്, അപ്പോൾ കുറേ സിനിമകൾ. എങ്ങനെ ആക്ടിങ് എൻജോയ് ചെയ്യുന്നു? എനിക്ക് രണ്ടും താല്പര്യമുണ്ട്, രണ്ടും ഇങ്ങനെ ഒരു പാഷനുണ്ട്. ഡാൻസ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ലവ്, പക്ഷേ അഭിനയം എപ്പോഴും ഉണ്ട്. കാരണം എൻ്റെ അച്ഛൻ ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ശരിക്കും കളരിപ്പയറ്റ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്? പിന്നെ പഠിച്ചിട്ടുണ്ടല്ലേ? ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കണോ എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അതെ അതെ. ഓക്കെ ഓക്കെ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്, കലാശക്തി സ്കൂൾ ഓഫ് ആർട്സ് വൈക്കം. അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയും. കലാശക്തി സ്കൂൾ ഓഫ് ആർട്സ് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി. എനിക്ക് അങ്ങനെ ഒരു ടീച്ചറായിട്ട് എനിക്ക് എൻ്റെ മൈൻഡിലില്ലായിരുന്നു ഞാൻ പഠിപ്പിച്ചോളാം, അങ്ങനെ ഒരു ഐഡിയ ശരിക്കും ആദ്യം ഇല്ലായിരുന്നു. പക്ഷേ 2-3 പേര് ഇങ്ങനെ ചോദിച്ചു പഠിപ്പിക്കാൻ പറ്റുമോ. അപ്പോൾ അങ്ങനെ തുടങ്ങി, 2 പേര് ഇങ്ങനെ ക്ലാസ് തുടങ്ങി. പക്ഷെ പിന്നെ വീണ്ടും വേറെ വേറെ കുട്ടികൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിങ്ങനെ വലുതായി. അപ്പോൾ ചേട്ടൻ ഞാൻ വിചാരിച്ചു ഒരു സ്കൂള് ശരിക്കും സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ തുടങ്ങി. ഇപ്പോൾ ഒരു 140 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ. ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഒരു കഥകളി ആർട്ടിസ്റ്റ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള കഥകളി ആർട്ടിസ്റ്റ് ആണ്. കഥകളിയും ഭരതനാട്യവും കൂടി ചേർന്നിട്ട് കൃഷ്ണമയം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസിക്കൽ ഫോം, ഒരു ഫ്യൂഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഓരോ പരീക്ഷണങ്ങളിലേക്ക് എത്താൻ ഉണ്ടായ സാഹചര്യം അല്ലെങ്കിൽ പുതിയ പരീക്ഷണങ്ങൾ ഏതൊക്കെയാണ്? കൃഷ്ണമയം നല്ല ഒരു ഡ്രീമായിരുന്നു. കാരണം ഈ ഇങ്ങനെ ഭരതനാട്യം ആൻഡ് കഥകളി 2 വളരെ വ്യത്യസ്തമായിട്ടുള്ള 2 ഡാൻസ് ഫോംസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലെൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു സംശയമായിരുന്നു. സോ വി ട്രൈഡ് ദാറ്റ്. നല്ല റെസ്പോൺസ് ആയിരുന്നു. നമ്മുടെ 50th സ്റ്റേജ് 50ാമത്തെ സ്റ്റേജ് ഗുരുവായൂർ ക്ഷേത്രമായിരുന്നു. ഫ്യൂഷനുകളിൽ ഇനി ഏതാ പുതിയത് വരാനുള്ള എന്തെങ്കിലും എക്സ്പെരിമെന്റ്സ് വരാറുണ്ടോ? ഒരു ട്രയോ ചെയ്തിട്ടുണ്ട്. അത് രഹസ്യ മിസ്റ്ററി സർക്കിൾ ഓഫ് ലൈഫ്, ഒരു പുതിയ ക്രിയേഷൻ ആണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബേസ്ഡ് ഓൺ രാമായണാണ് സ്റ്റോറി. പക്ഷെ 3 ക്യാരക്ടേഴ്സ് ഉള്ളൂ. ഹനുമാൻ കഥകളിയായിട്ട് ചേട്ടൻ ഹനുമാൻ, പിന്നെ സീത അത് ഒഡീസി ഡാൻസർ അഭയലക്ഷ്മിയാണ്, പിന്നെ ശ്രീരാമൻ ഞാനും ഭരതനാട്യമായിട്ട്. അപ്പോ അത് മുരളി ഗോപി സാർ ആണ് നമ്മുടെ വോയിസ് ഓവർ ആർട്ടിസ്റ്റ്. ആണോ? ഹലോ ലക്ഷ്മി. ഹായ്.
നമ്മുടെ ഇവിടുത്തെ ഈ ബുട്ടീക്കും നമ്മുടെ മേക്ക് ഓവറും എന്റെ ആണ് ഈ പാർലർ, ഈ മേക്ക് ഓവർ സ്റ്റുഡിയോ. ഞാൻ ഹണി ഈ ബൊട്ടിക് ഓണറാണ്. ഓക്കെ. പാരീസിലാണല്ലേ ആക്ച്വലി? അയ്യോ അതെ, ഞാൻ നന്നായിട്ട് മേക്കപ്പ് ചെയ്യും. ഞാനാണെങ്കിൽ നല്ലൊരു അറിയപ്പെടുന്ന ഡിസൈനറാണ്. ഞങ്ങൾ ഈ പ്ലെയിനിൽ കയറി ദൂരെ ഒന്നും പോയിട്ടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്കൊക്കെ ഒന്ന് പോണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലക്ഷ്മിയെ കൃത്യമായിട്ട് ആൻ ഇവിടെ കൊണ്ടുവന്നത്. ഈ പാരീസിലേക്ക് എത്ര ദൂരമുണ്ട്? നല്ല ദൂരമുണ്ട്. നല്ല ദൂരം ഉണ്ടല്ലേ? ഞങ്ങൾക്ക് ഈ പാരീസിലൊക്കെ വല്ല സ്കോപ്പും കാണും. അതെ അതെ, അതായത് ഞാനില്ലേ ഈ കറുത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഫേഷ്യലൊക്കെ ചെയ്ത് നല്ലോണം വെളുപ്പിച്ചെടുക്കും. പക്ഷേ ഇത് ഇവിടുത്തെ പരിപാടിയല്ലേ, അവിടെ നടക്കുന്നില്ലാത്തോ? നടക്കത്തില്ല. അവിടെ എന്റെ പോലെയല്ലേ ഓൾറെഡി വെളുത്തിരിക്കാനല്ലേ? എന്താണ് ആഗ്രഹം? അവിടെ കറപ്പിക്കണോ? അവിടെ കറുപ്പിക്കാനാണ് ആൾക്കാർ നടക്കണേ. ഈശ്വര, കറുക്കാനുള്ള കോഴ്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ കൽക്കരി ഒരച്ചുള്ള ഒരു പരിപാടിയുണ്ട്, അത് മതിയാവോ? അത് നോക്കിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഡിസൈനറാണ്. അപ്പൊ ഞാൻ അവിടെ വന്നിട്ട് എന്താന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്ത് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് ഈ ഡിസൈനിങ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഫാഷൻ വീക്ക് ഉണ്ടല്ലേ, പാരീസ് ഫാഷൻ അതിലൊക്കെ ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പൊ കുറച്ച് വർക്ക്സ് അവിടെ അയച്ചാൽ മതി, തന്നാ മതി. ഹെൽപ്പ് ഞാൻ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തു. അപ്പൊ ഹണിക്ക് ഉറപ്പായിട്ട് കിട്ടും. എനിക്ക് ഒരു സ്കോപ്പും ഇല്ല, ഉണ്ടാവാൻ വഴി തീരെയില്ല. അയ്യോ, നിങ്ങളെ ഹണി നന്നായിട്ട് പാട്ടും പാടും. പിന്നെ അതൊരു പ്ലസ് ആണ്. ഡിസൈനിങ് മാത്രല്ല, കുട്ടി നന്നായിട്ട് പാടും. കണ്ടില്ലല്ലോ? ഇല്ല, ഞാൻ കണ്ടില്ല. അതെ, ഈയിടയ്ക്ക് സ്മൈലി പാടി ഭയങ്കര വൈറലായില്ലേ? ഇത് നിങ്ങൾ കാണണം. കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോകും. കണ്ടില്ലായിരുന്നല്ലോ അല്ലേ മാം? അതൊന്നും പ്ലേ ചെയ്യാം. അതെ അതെ, ഈ കുട്ടി എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ പാരീസിലേക്ക്? ഞാൻ ഫിക്സ് അല്ലേ? ഇല്ല, പാട്ട് പഠിച്ചിട്ട് വന്നാ മതി കേട്ടോ. പാരീസും ഗീരീസും ഒന്നുമില്ല. ഒന്നുമില്ല. പാരീസിന് മറ്റേ ചെന്നൈയിലൊരു പാരീസ് ഉണ്ട്, അവിടെ പോക്കോ. എന്റെ ചെവി പൊട്ടി. അടുത്ത സ്മൈൽ നോക്കണ്ടേ? ബാ, ജനിക്കിട്ട് വച്ചിട്ടുണ്ട്. ഒരുമിച്ചാ? അയ്യോ, ഇനി ആരാധകർ കൂടുന്ന ഒരു പാട്ടും കൂടെ പാടിയിട്ട് വരാം. പൂർത്തിയായി. ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാര് കേരളത്തിലെ എല്ലാ പ്രശ്നവും കണ്ടിട്ട്. പാരീസിൽ എങ്ങനെയാ ലൈഫ് എങ്ങനെയാണ്? അതുപോലെ തന്നെ ഫാമിലി ഒക്കെ അവിടെ അല്ലേ? പാരന്റ്സും ബ്രദറും എല്ലാവരും എന്ത് ചെയ്യുന്നു? പാരന്റ്സ്, ബ്രദർ? അച്ഛൻ ഡ്രാമാർട്ടിസ്റ്റ് ആണ്, അമ്മ സ്കൾപ്റ്റർ ശില്പിയാണ്. ഇപ്പോ അച്ഛൻ ഇങ്ങനെ വീട്ടിൽ തന്നെയാണ്, സൗത്ത് ഓഫ് ഫ്രാൻസ് ആണ്. പക്ഷെ എന്റെ ബ്രദർ അവിടെ വേറെ സ്ഥലത്ത് പഠിക്കുന്നുണ്ട്, ബ്രസൽസില്, ബെൽജിയമില്. അവിടെ BA ഡ്രംസ് ചെയ്യുന്നുണ്ട്, ഓർക്കസ്ട്ര ഡ്രംസ്, ക്ലാസിക്കൽ ഓർക്കസ്ട്ര. മലയാളി പ്രേക്ഷകര്, നൃത്ത ആസ്വാദകര് എങ്ങനെയാണ് ഇപ്പോൾ ഈ പുതിയ പുതിയ ആർട്ട് ഫോംസ് ഒക്കെ നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ എത്രമാത്രം കൃഷ്ണമയം കൊണ്ടുവന്നു? ഇപ്പോൾ ഒരു രഹസ്യം പ്ലാൻ ചെയ്യുന്നു, എത്രമാത്രം അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? എത്രമാത്രം അവർ അതിന്റെ ഫീഡ്ബാക്സ് തരുന്നുണ്ട്? നല്ല റെസ്പോൺസ് ആണ്, എപ്പോഴും നല്ല റെസ്പോൺസ് ആണ്. ഹലോ സുഹൃത്തെ, എൻ്റെ കഞ്ചാവിൻ്റെ പൈസ എപ്പോൾ കിട്ടും? ഹലോ, എൻ്റെ കഞ്ചാവിൻ്റെ പൈസ എപ്പോൾ തരും? കഞ്ചാവോടെ നിൽക്കട്ടെ. എൻ്റെ ചരസിൻ്റെ പൈസ എപ്പോൾ തരും? നിങ്ങളത് മേടിച്ചപ്പോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇത് ഒരുപാട് ബിസിനസ് നടക്കുന്ന സാധനം, എനിക്ക് ജീവിക്കണ്ടേ? നിങ്ങളിങ്ങനെ നടന്നാൽ ഞാനിതെങ്ങനെ ജീവിക്കും? പോട്ടെ, കഞ്ചാവും ചരസും ഇവിടെ നിൽക്കട്ടെ. എൻ്റെ ബ്രൗൺ ഷുഗറിൻ്റെ കാശ് എപ്പോൾ തരും? അത് പറഞ്ഞു. എനിക്ക് ജീവിക്കണ്ടേ? ഞാനിത് എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞു. ഇത് നടക്കില്ല. എനിക്ക് ഇന്ന് എൻ്റെ പൈസ കിട്ടണം.
ഞാൻ നാളെ ഇവിടെ മാളിൽ ഇരിപ്പുണ്ട്, നാളെ ഒരു വട്ട മേശയുടെ സൈഡിൽ ഇരിപ്പുണ്ട്. എനിക്ക് എന്റെ പൈസയും കൊണ്ടിവിടെ വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം. പോലീസിനെ വിളിക്കേ പെട്ടെന്ന്. വൈകടാ. കഞ്ചാവ് മറ്റേ ചരസ് പിന്നെ ബ്രൗൺ ഷുഗറിന്റെ കാര്യം പറയണു. ഹലോ പോലീസ് സ്റ്റേഷൻ. ഹലോ സാറേ, ഞാൻ ഈ മാളിൽ നിന്നാണ് വിളിക്കണതേ. ഇവിടെ ഒരു ആളെന്തോ മയക്കുമരുന്നോ അങ്ങനെ എന്തൊക്കെ മൊത്തം പ്രശ്നമാണ്. ഇവിടുത്തെ PR പറഞ്ഞു കഞ്ചാവും അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. സാർ എത്രയും പെട്ടെന്ന് വരണം അവിടെ. ഓക്കെ താങ്ക് യു. ഇവിടെ തന്നെ ഉണ്ടോ? ആ ഈ ഭാഗത്ത് തന്നെ ഉണ്ട്, ഉടനെ വരാന്ന് പറഞ്ഞു. ആ രക്ഷപ്പെട്ടു, അതുകൊണ്ട് കൈയോടെ പിടിക്കാൻ പറ്റും. ആ വരും ഇപ്പൊ വരും. ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞേ. എന്താ പ്രശ്നം? അതെ ഇതായിരിക്കണ ആളുണ്ടോ? അയാള് കഞ്ചാവ് പിന്നെ ചരസ് പിന്നെ ബ്രൗൺ ഷുഗർ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ അയാൾക്ക് എന്തോ വിൽപ്പന ഉണ്ടെന്ന്. ഈ മാളില് എന്റെ സ്റ്റേഷൻ നിർത്തപ്പെട്ട ഈ മാളില് ബ്രൗൺ ഷുഗർ. ആ അതന്നെ ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞേ. ഈ മദാമേതായത്? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദേശത്ത് നിന്ന് ആൾക്കാർ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വിൽപ്പനകൾ ഇവിടെ നടക്കുന്നത്. ഇത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അതെ, അവര് ഇവിടുത്തെ ഗസ്റ്റ് ആണ്. അവര് മദാമയല്ല, അവര് മലയാളിയാണ്. അവര് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡാൻസർ ആണ്. പാരിസ് ലക്ഷ്മി. ഏത് ലക്ഷ്മി ആയാലെന്താ ഇവനല്ലേ ആള്? ഒരു മിനിറ്റ്. അങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വളർത്തിയിട്ട് നീ എന്താ ഇവിടെ? എന്താ കാര്യം ഇവിടെ? സത്യം പറ. ചെറിയ കച്ചവടമായിട്ട്. എന്ത് കച്ചവടം? ചെറിയൊരു കച്ചവടം. ചെറിയ കച്ചവടം തന്നെ കഞ്ചാവിന്റെ കച്ചവടം. അയ്യോ കഞ്ചാവിന്റെ എന്റെ സ്റ്റേഷനത്തിൽ കഞ്ചാവ് കച്ചവടം നടത്തും. സാറേ എനിക്ക് ജീവിക്കണ്ടേ സാറേ? അയ്യോ അടിക്കാൻ പറ്റരുത്. ഈ കഞ്ചാവ് മാത്രം വിൽപ്പനയുള്ള അല്ല സാറേ, ചരസിന്റെ ചെറിയ ബിസിനസ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നുണയാണോ പറഞ്ഞത്? സത്യല്ലേ? കൊടുത്തു. ഒന്നാമത്തെ കാര്യം എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ പോകുന്ന സമയമാണ് സാറേ. പറയുന്നത് പറയടാ, പേര് പറയടാ. പേര് പറയടാ. പി മാർക്കണ്ഡേയൻ. മാർക്കണ്ഡേയൻ. ഇതാണോ നിന്റെ അച്ഛന്റെ ഇണ്ട? ഇത് ഇണ്ടയല്ലേ, ഇത് പായല്ലേ? ഇത് ഇണ്ടയല്ലേ, ഇത് പായാണ്. എന്റെ അച്ഛന്റെ പായില്ലേ? ഇല്ല, എന്റെ അച്ഛൻ കട്ടിലാണ് കിടക്കണ, പായില്ല. നിന്റെ പേര് പറ. എന്റെ പേര് പ്രഹ്ലാദൻ. മലയാളത്തിന് അങ്ങനെ എന്റെ പേരങ്ങനെ. ഞാൻ അച്ഛൻ മരിച്ചതിന്റെ ഗ്യാപ്പിൽ പോലീസിൽ കയറിയതാണ്. അങ്ങനെ പറ്റിപ്പോയതാ. പറയുന്ന ഒന്ന് നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഞാൻ അക്ഷരം പറഞ്ഞാൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്നറിയാട്ട്. നിന്റെ തൊണ്ടി പോലെ സാധനം എടുക്കാം. തൊണ്ടി എടുക്കാം. ഞാൻ ഇന്ന് ഒന്നും പറയണേ. എനിക്ക് കർണവേദന കാണിച്ചു തരാം. എടുക്കടാ തൊണ്ടി. പറയണ്ട, ഒന്നും പറയണ്ട. സാറേ, പാടുപെട്ട് കഷ്ടപ്പെട്ട് ഞാൻ എഴുതിയ എൻ്റെ പുസ്തകങ്ങളാണ്. 1 ബ്രൗൺ ഷുഗർ, 2 ചരസ്, 3 കഞ്ചാവ്. വെളുക്ക ഇരുന്ന് കുട്ടികൾക്ക് കഞ്ചാവിൽ നിന്നും ചരസിനും എതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ എഴുതിയ പുസ്തകങ്ങളാണ്. നേരത്തെ പറയാൻ പാടില്ല. ഇത് നേരത്തെ പറയാൻ വന്നപ്പോഴല്ലേ വേട്ടാവളി അതി എന്നെ എടുത്ത് അടിച്ചത്. ഈ കഞ്ചാവ് ചരസ് ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞ ഇവൻ എഴുതിയ പുസ്തകമാണ്. അതെ, ഇത് വിൽക്കാൻ വേണ്ടിയാണ് ഈ മാളിൽ വന്നത്. പോട്ടെ, വിട്ടു. കുഴപ്പമില്ല, വിട്ടു. ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുക്കും. കോടതി കയറ്റി, എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. ഈ കാള വിട്ടെന്ന് കേൾക്കുമ്പോ തന്നെ കയറെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആരാ എനിക്ക് ഫോൺ ചെയ്ത് പറ? ആരാ എനിക്ക് ഫോൺ ചെയ്ത്? ഞാനല്ല ചെയ്തേ. അവിടെ ഇരിക്കണ 1.5 സെന്റിമീറ്റർ മഞ്ഞ ഷർട്ട് അയാളാ. വെറുതെ എന്റെ ജോലി കളയാൻ വേണ്ടി ഓരോ പരിപാടി. എന്താ സാറേ? അയ്യോ, എന്താ സാറേ എന്താ ഇവിടെ പരിപാടി? ഞാനിവിടെ അത്യാവശ്യം കൊട്ടും പാട്ടും. പെണ്ണുങ്ങൾക്ക് പോലീസുകാരുടെ സമയം മെനക്കെടുത്താൻ വേണ്ടി ഓരോ. സാരില്ല സുനിലെ, സാരില്ല ആദ്യമായിട്ടായതുകൊണ്ട് നന്നായി. അപ്പോ
തിയേറ്ററിൽ നിന്ന് പടം കഴിഞ്ഞു. ഓക്കെ 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 ഓക്കെ. നമുക്ക് എവിടെ ഒരു തിയേറ്റർ ഉണ്ട്. ഓ അത് ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങണതാ. മേഡം ഇനി ഒന്നേക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തേ? ഒരുത്തൻ സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ വന്ന് കയറിയായിരുന്നു. അവൻ അതിനകത്ത് കിടന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഒരുത്തന്നെ വഴി ഇങ്ങോട്ട് പോകുന്നു, ഒരു പൊക്കം കുറഞ്ഞിട്ട്. അയ്യോ ഞാൻ കണ്ടില്ലല്ലോ. ഒരു കച്ചിത്തൂർ പോലത്തെ ഒരു മുടിയൊക്കെ വെച്ചിട്ട് ഒരു ടീം പോണുണ്ടായിരുന്നു. ഇല്ല കണ്ടില്ല. എന്റെ ദൈവമേ എന്തൊക്കെ വിഷയങ്ങളാണ് ഉണ്ടാക്കി വെച്ചെന്നറിയോ? എന്താ പ്രശ്നം ഉണ്ടാക്കിയേ? അവൻ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആദ്യം അവനെ കണ്ടുപിടിക്കണം, അതാണ് ഇതിന്റെ പ്രശ്നം. എവിടെ മിസ്സായല്ലോ നമുക്ക്. അവനെ കിട്ടുവാണെങ്കിൽ കാലവരെ ഹലോ കൂട്ടുകാരാ, എന്റെ പൊന്നു സുഹൃത്ത് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലേ. അതെ ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേക്ക് ഇതിൽ ഇറങ്ങി പോകാം. നേരെ ആണ്ട് അങ്ങോട്ട് എല്ലാ നേരത്തെ അവിടെ ഗേറ്റ് ഉണ്ട്, അത് ആടി അങ്ങോട്ട് അങ്ങ് പോയാൽ മതി. എടാ മെനകെട്ടാണ് നീ ഇവന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നത്. നിന്നെ ഞാൻ ഈ ലോകം മുഴുവൻ തപ്പിക്കൊണ്ടിരുന്നു, അറിയോ? എല്ലാത്തിനും നീ എവിടെ നിന്നേ? ഒരു മിനിറ്റ്. ഹലോ ഗോപിക്കുട്ടാ, എവിടാ നിൽക്കുന്നേ? പാലാരി വട്ടത്തോ? ഓ എടാ ആ കാലമാറാ കിട്ടിയടാ. ഇവര് ഈ മാളിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ വെച്ചോ, പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വാ. പറയൂ മാനേജറെ, പറയൂ എന്താ കാര്യം പറയൂ. ഇവൻ തിയേറ്ററിനകത്ത് കാണിച്ചു വെച്ച കുരുത്തക്കേടുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആരാണെന്നറിയോ? ആരാ? ഞാൻ ഈ തിയേറ്ററിന്റെ മാനേജാണ്, മാനേജ്. നീ എന്നെ എന്തൊക്കെ പണിയാണ് അവിടെ കാണിച്ചു? എന്നെ കാണിച്ചെന്നു കേറി ചെന്ന് പറഞ്ഞ ഞങ്ങളുടെ സെക്യൂരിറ്റി തല്ലി എന്തിനാ ചോദിക്കുമേടാ അങ്ങോട്ട്? സെക്യൂരിറ്റി തല്ലിയോ? അവനെ തല്ലുവല്ല വേണ്ട, അവന് കൊല്ലണം. എടാ അവനെ തല്ലാൻ വേണ്ടിട്ട് അവൻ എന്നെ എത്രമാത്രം കുറ്റം കാണിച്ചത്? ഞാൻ 250 രൂപയ്ക്ക് മേടിച്ച ടിക്കറ്റ് അവൻ ചന്നം പിന്നെ കീറി കളഞ്ഞു. അയ്യോ പിന്നെ കീറി കളയണേക്കാണോ അകത്ത് കയറണേ? കീറാലോ ഇങ്ങനെ? അല്ല അത് കീറി കഴിഞ്ഞാലാണ് താൻ അതിന്റെ ഉള്ളിൽ കയറി അല്ലെങ്കിൽ ടിക്കറ്റ് വിറ്റുപോയെന്ന് അറിയുള്ളൂ. അത് പോട്ടെ, ഞാൻ സമ്മതിച്ചു. അത് പോട്ടെ, താൻ ആ തിയേറ്ററിനകത്തോട്ട് കയറിയിട്ട് ആ കസേര കത്തിച്ച് കളഞ്ഞ ചോദിക്കാം. അയ്യോ അതെന്റെ കുഴപ്പമില്ല. പിന്നെ കൂറ്റിരുട്ട് ഈ കണ്ണടയും വെച്ച് തന്നേക്കുവാ. ഞാൻ അകത്തേക്ക് എന്റെ സീറ്റ് നമ്പർ അറിയണ്ടേ? ഞാൻ സീറ്റ് നമ്പർ അവിടെ പോയി ലൈറ്റർ അങ്ങ് കത്തിച്ച കത്തിപ്പോയി. പക്ഷെ ഞാൻ കെടുത്തി. ഈ വെള്ളം പോലും ഇല്ലാത്തോടത്ത് ഞാൻ എങ്ങനെ കെടുത്തി? മുള്ളി കഴിച്ചു. ഒരു വൻ ദുരന്തം മാറിയില്ലേ? കണ്ണാടി ഞാൻ 250 രൂപ മുടക്കി മേടിച്ച കണ്ണാടി അത്. സിനിമ കാണുന്ന കണ്ണാടി ഞങ്ങൾക്ക് അടുത്ത ഷോയ്ക്ക് കൊടുക്കാനുള്ളത് എല്ലാവർക്കും. ഞാൻ ഇവിടുന്ന് നടന്ന് എന്റെ വീട്ടിൽ ചെല്ലുമ്പോ രാത്രിയാകും. പോണ വഴിക്ക് വല്ല പോലീസും പിടിച്ചാ കൊടുക്കാൻ ടിക്കറ്റ് ഇല്ല, അതാ പട്ടി കീറി കളഞ്ഞു. ഇതാകുമ്പോ ഇതെങ്കിലും കാണിച്ച് എനിക്ക് രക്ഷപ്പെടാം. ഇത് ഞാൻ തരത്തില്ല. എന്റെ മാതാവ് എന്നെ കാത്തു. ആ കപ്പോളെന്ന് ഇറങ്ങി വന്ന മാതാവല്ലേ? മാതാവല്ല, സിനിമാ നടിയാ ലക്ഷ്മി, സിനിമാ നടി. ആ മാതാവിന് ഏത് നാട്ടിൽ നിന്ന് എന്റെ സുഹൃത്തെ എനിക്കറിയാൻ പാടില്ല. എന്ത് കാര്യത്തിനോടോ ഇങ്ങനെ മനുഷ്യനായിട്ട് മെനക്കെടുത്തുന്നത്? എന്നെ നാട്ടിലൊന്നും തിയേറ്ററില്ലേ? ഞാൻ താഴത്തെ തിയേറ്ററിൽ പോയതാണ് സിനിമ കാണാൻ. അപ്പൊ അവിടെ എഴുതി വെച്ചേക്കണം കുടുംബ സദസ്യർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിന് ഞാൻ കുടുംബം കൊണ്ടുവന്നോ? ഞാൻ ഒറ്റയ്ക്ക് കുരുമുളക് വിൽക്കാൻ വന്ന വ്യക്തിയാണ്. ഞാൻ വീട്ടിൽ ചെന്ന അമ്മണി ചേച്ചി ഇങ്ങ് വരത്തില്ല. അതാരാ അമ്മണി ചേച്ചി? അമ്മണി ചേച്ചി എന്റെ ഭാര്യ. പിന്നെ പ്രായത്തെ മൂത്തര ചേച്ചി തന്നെ വിളിക്കുന്നു. ഇനി മേലാൽ ഇവിടെ കണ്ടുപോകും. മെനക്കേട് കാണിക്കില്ല. ലക്ഷങ്ങളും കോടികളും മുടക്കി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന തിയേറ്റർ നീ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു തിയേറ്റർ ഞാനങ്ങ് പണിത് തന്നാലോ? സ്വന്തമായിട്ട് നല്ലൊരു ചെരുപ്പില്ലോ നിനക്ക് ഇടാൻ വേണ്ടിട്ട്. അവൻ തിയേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി പോണ്. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അങ്ങോട്ട് എന്നാൽ ലോൺ കിട്ടുവാൻ സെക്യൂരിറ്റി കൊടുക്കണം. സെക്യൂരിറ്റി ഉണ്ട്. എന്റെ കുഞ്ഞമ്മയുടെ മോൻ വീഗാലാൻഡ് സെക്യൂരിറ്റി അവനെ അങ്ങ് വെക്കും. എടാ പൊട്ടാ, എടാ കച്ചത്തുറുവേ, അതല്ല പറഞ്ഞത്. എടാ ഈട് വെക്കണോന്ന്. ഈടെന്തിനാ വെക്കണം? തിയേറ്റർ വെച്ചാ പോരെ. ലക്ഷം വെള്ളം ഉണ്ടായിരുന്നു കൊന്നയെ കുളിച്ചു കൂടിയാണ്. അറ്റ്ലീസ്റ്റ് ശാലം ബോധം വേണം, സിനിമ എന്താണെന്ന് അറിയണം. എന്നിട്ട് വേണം കയറി ഒന്ന് കാണാൻ വേണ്ടി. ഈ പെണ്ണുമ്പളെന്നെ കണ്ണു കുത്തി പൊട്ടിക്കൂലോ. നമ്മുടെ കസാര കത്തിച്ചു കളഞ്ഞു. 1000 രൂപ. ഞങ്ങളുടെ സെക്യൂരിറ്റിയെ തല്ലി. 500 രൂപ. അതും പോരാഞ്ഞിട്ട് ഇവൻ അതിനകത്ത് കയറി മൂത്രം ഒഴിച്ചു വെച്ച് 1000 രൂപ. മൊത്തം 2500 രൂപ വന്നിട്ട് പോകും. അല്ല ഞാനിപ്പോ പോലീസ് പിടിപ്പിക്കും. അത് തന്നാ പോകാവോ? 2500 രൂപ വേണം പോലീസ് പിടിപ്പിക്കും. പിന്നെ ഈ മേലെ ഈ വഴിക്കൊന്നും ഓ രക്ഷപ്പെട്ടു. പിടിച്ചവനെ ഇങ്ങോട്ട് വേണമായിരുന്നു. 2500 രൂപ മതി. 5000 രൂപ ഉണ്ട്, ബാക്കി കൊണ്ടുപോകും. എനിക്ക് വേണ്ട വെച്ചോ. ഞങ്ങൾക്ക് എക്സ്ട്രാ ഒന്നും വേണ്ട. എനിക്ക് വേണ്ട വെച്ചോ. കൊണ്ടോ. അതെന്നാന്ന് പറയട്ടെ, ഈ പടത്തിന്റെ ക്ലൈമാക്സിലെ നായകനും വില്ലന്മാരും നമ്മൾ അടിയുണ്ടാക്കുന്നില്ല. അപ്പൊ വില്ലന്റെ കയ്യിൽ നിന്ന് കത്തി ചാടിപ്പോയി. എന്റെ കയ്യിൽ ഒരു ചെറു പിച്ചാത്തി ഉണ്ടായിരുന്നു. എന്നാ പിടിച്ചോന്നും പറഞ്ഞ് സ്ക്രീനിൽ തെരഞ്ഞ് സ്ക്രീൻ ചെറുതായിട്ട് കീറിയോന്നൊരു സംശയം.
സോ ലക്ഷ്മി, ഈ ഡാൻസ് ആയിക്കോട്ടെ, കൊറിയോഗ്രാഫി, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമകളായിക്കോട്ടെ അതും അഭിനയിച്ച് പോകുന്നു. ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സ് ആഗ്രഹപ്രകാരം അഭിനയിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും തരുന്നു. ഇവിടെ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ ഒരു പെർഫോമൻസ് നമുക്ക് വേണ്ടിയിട്ട്